ഞാനിപ്പോൾ കോൺഗ്രസ് സഹയാത്രികൻ കൂടിയായ മാധ്യമപ്രവർത്തകൻ ശ്രീ പി റജിയിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ റജി, എന്താണ് കോൺഗ്രസിൽ നടക്കുന്നത്? ഇങ്ങനെ ഒരു ഒരു പെൺകുട്ടിയല്ല, പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച, ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഒരാൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ എന്ത് വേദനയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന് തോന്നുന്നത്? അതും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന നടപടി, രാജിവെപ്പിച്ചിട്ടില്ല എന്നിട്ടും. നോക്കൂ, ഈ കേരളത്തിൽ ധാർമ്മികത ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഈ ഒരു ആരോപണം നോക്കൂ, ഞാൻ ഒറ്റ കാര്യം, ഈ ഒരു ആരോപണം ഉയർന്നു വന്ന ഉടൻ സംസ്ഥാന പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദം അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു അനിശ്ചിത കാലത്തേക്ക്. പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി പറഞ്ഞിട്ടുണ്ടോ? ഏത് കാലത്ത് എത്ര കാലം വരെയും ആകാം. സസ്പെൻഷൻ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു KPCC പ്രസിഡന്റ്. പക്ഷേ ആ സസ്പെൻഷൻ എത്ര നാൾ? ആ സസ്പെൻഷന്റെ സാധുത എന്താണ്? അക്കോർഡിംഗ് ടു കോൺഗ്രസ് ബൈലോയെ സംബന്ധിച്ച് തന്നെ, കോൺഗ്രസിന്റെ ഭരണഘടന അനുസരിച്ച് തന്നെ അങ്ങനെ ഒരു സസ്പെൻഷൻ നിലനിൽക്കുമോ? കാരണം പറയാതെയുള്ള ഒരു സസ്പെൻഷൻ നിലനിൽക്കുമോ? ആ സസ്പെൻഷന്റെ കാലാവധി എന്ത്? വിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ രാഹുലിന് ബാധകമാകില്ലേ? നിയമസഭാ അംഗം എന്ന നിലയിൽ, കോൺഗ്രസിൻ്റെ നിയമസഭാ അംഗം എന്ന നിലയിൽ അദ്ദേഹം പാലക്കാടിനെ പ്രതിനിധീകരിക്കുമ്പോൾ ഈ സസ്പെൻഷൻ എങ്ങനെ പാർട്ടി തലത്തിൽ സാധുത കൽപ്പിക്കപ്പെടും? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടി. ഇന്ന് സാഹിത്യകാരൻ ബെന്യാമിൻ പറഞ്ഞിട്ടുണ്ട്, പി റജി, ഇങ്ങനെ ന്യായീകരിക്കരുത്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോളട്ടെ. അങ്ങ് ഇത്ര ക്രൂരമായിട്ട് ആ ചെറുപ്പക്കാരനെതിരെ ആരോപണം ഉന്നയിക്കുകയും വളരെ സീരിയസ് ആയി എന്റെ ഒരു ചോദ്യം കേരളത്തിൽ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കേരളത്തിൽ എവിടെയെങ്കിലും ഒരു FIR അല്ലെങ്കിൽ ഒരു പരാതി ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉന്നയിച്ചിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നെന്തിനാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാജിവെച്ചത്? പിന്നെന്തിനാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത്? വെളിപാടിന്റെ അടിസ്ഥാനത്തിലാണോ? ഒരു പരാതിയുമില്ലല്ലോ. ധാർമ്മികത അങ്ങനെയാണെങ്കിൽ ആ ധാർമ്മികത എന്താണ് MLA പദവിയിൽ വരാത്തത്? ആ ധാർമ്മികത എന്താണ് MLA പദവിയിൽ വരാത്തത്? പി റജി, നോക്കൂ, ഇപ്പോൾ LDF-ലെ പാർലമെന്ററി പാർട്ടിയിൽ FIR രജിസ്റ്റർ ചെയ്ത, കുറ്റപത്രം കൊടുത്ത ഒരു MLA ഉണ്ട്. അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള നിങ്ങൾ ഉണ്ടല്ലോ, നിങ്ങളുടെ കോവള MLA ഉണ്ടല്ലോ, നിങ്ങളുടെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ടല്ലോ, അവരൊന്നും രാജിവെക്കണമെന്നല്ലോ പറയുന്നത്. ആ നിയമ നടപടി പൂർത്തിയാകട്ടെ എന്നാണ്. ഇത് ആരോപണമല്ല, ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിരവധി പെൺകുട്ടികളോട് പടർന്നൊഴുകുകയല്ലായിരുന്നോ ഈ അശ്ലീലം? പടർന്നൊഴുകുകയല്ലായിരുന്നോ? അവർക്ക് നിയമ നടപടി സ്വീകരിക്കാമല്ലോ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒരു പരാതി രജിസ്റ്റർ ചെയ്യട്ടെ. ആ നിമിഷം ഇനിയും ഫർദറായിട്ട് എന്തെങ്കിലും നടപടി പാർട്ടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഇല്ല. പി റജി, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്. റജി, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്. MLA സ്ഥാനം നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കാൻ യോഗ്യനല്ല, നിങ്ങളുടെ പാർട്ടി അംഗമായിരിക്കാൻ യോഗ്യനല്ല, പിന്നെങ്ങനെയാണ് പാവം പാലക്കാട് ജനതയെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്? എന്ത് യുക്തിയാണ് റജി? നോക്കൂ, ഒരു ഡസനോളം ആളുകൾ CPM-ൽ ആരോപണം നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് അങ്ങ് കോൺഗ്രസിനെതിരെ ഈ പറയുന്നത് ശരിയാണോ? ഒരു ആരോപണം സാധാരണഗതിയിൽ, റജി, സാധാരണഗതിയിൽ ഒരു ആരോപണം ഉണ്ടായാൽ അതിനൊരു നിയമ സംവിധാനമുണ്ട് ഇവിടെ, അതിൻ്റെ പന്ഥാവിൽ അത് സഞ്ചരിക്കും. ഇവിടെ അങ്ങനെ കേസും വഴക്കും അതിൻ്റെ പ്രശ്നങ്ങൾ പോകുന്ന വിൻസെന്റ് MLA ഉണ്ട്, അതുപോലെ തന്നെ എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്. ഇവിടെ ആരും പറയുന്നില്ലല്ലോ MLA സ്ഥാനം രാജിവെക്കണമെന്ന്. ഇവിടെ പറയുന്നത് എന്തുകൊണ്ടാണ്? പടർന്നൊഴുകുകയായിരുന്നു പെൺകുട്ടികളോട് അശ്ലീലം പറഞ്ഞ്. നിരവധി പേർ സ്ക്രീൻഷോട്ടുകൾ, എന്തിന് ഗർഭഛിദ്രത്തിന്. റജി, അങ്ങനെ സാങ്കേതികമായി പറഞ്ഞാൽ അപഹാസ്യരാകുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ പക്ഷമാണ്. ഈ ഒരു പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്തൂ എന്ന് ഒന്നല്ല, 2 ഓഡിയോ ക്ലിപ്പിങ്ങുകളാണ് അതിൻ്റെ പുറത്തെത്തിയത്. രാഹുലിൻ്റെ ശബ്ദം, രാഹുൽ മാങ്കൂട്ടം എന്ന പാലക്കാടൻ MP-യുടെ ശബ്ദം, ആ ശബ്ദത്തിലാണ് കാര്യങ്ങൾ പുറത്തെത്തുന്നത്. അപ്പോഴവിടെ ആരോപണമല്ല, അത് തെളിവുകളാണ്.